ഗായ്സ്, ഇന്ന് നമ്മൾ സിമ്പിൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വീടിന് പുറത്ത് ഓൾറെഡി നമ്മൾ വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വീടിൻ്റെ അകത്തൊരു അക്വേറിയം സെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിപ്പോൾ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളെല്ലാം തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഒരു കോംബോ കിറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അത് ഓർഡർ ചെയ്ത് വരാനുള്ള ക്ഷമയില്ലാത്ത കാരണം ഞങ്ങൾ ഉടനെ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു. കൈയോടെ തന്നെ എല്ലാം സെറ്റും ചെയ്തു. അപ്പോൾ അക്വേറിയം സെറ്റ് ചെയ്യാൻ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ് ടാങ്ക്, അതായത് അക്വേറിയത്തിന് വേണ്ട ഗ്ലാസ് ടാങ്ക് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ബേസ് ഒട്ടിച്ചു കൊടുക്കുക. ബേസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചുളിവൊന്നും വരാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് അച്ഛനും മോളും കൂടിയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പതുക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബേസൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് സ്റ്റോൺസൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. ഇതെല്ലാം നമ്മൾ വളരെ ഹൈജീനായിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമ്മുടെ ഫിഷിനെ അത് അഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ചു, അതുപോലെ ഗ്ലാസ് ടാങ്ക് വെച്ചു. അതിന് ശേഷം നമ്മളിത് കഴുകിയെടുത്ത സ്റ്റോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റോൺസൊക്കെ കറക്റ്റ് ലെവലിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടോപ്പിൽ കൂടെ ലൈറ്റും അതുപോലെ തന്നെ തെർമോമീറ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ഫിഷിനേക്ക് ഇടുന്നത്. നമ്മളിപ്പോൾ ഗപ്പീസിനെയാണ് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടോപ്പൊക്കെ വെക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്ലാന്റ്സൊക്കെ ഇട്ട് ആ ഒരു ട്യൂബിൻ്റെ ലെവലൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഫിഷ് അപ്പോൾ ഫൈനലി നമ്മുടെ അക്വേറിയം, സിമ്പിൾ അക്വേറിയം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക, കുഞ്ഞ് അക്വേറിയം. അപ്പോൾ അവരതൊക്കെ കണ്ട് നിന്നോളുമല്ലോ. ഇന്നത്തെ കാലത്ത് ഫോണിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.